UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് രണ്ടാമത്തെ ഘടകകക്ഷിയാണ്. ഒന്നാമത്തെ ഘടകകക്ഷി കോൺഗ്രസ് ആണ്. സത്യത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും വെച്ച് നോക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ ഘടകകക്ഷിയാകേണ്ടത് മുസ്ലിം ലീഗാണ് അംഗബലം കൊണ്ട്. പക്ഷെ കോൺഗ്രസ് ആണ് ഇപ്പോഴും മുന്നണിയെ നയിക്കുന്നത് എന്നതുകൊണ്ട് ഒന്നാമത്തെ ഘടകകക്ഷി കോൺഗ്രസ് എന്ന് പറയാം. രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനകത്ത് ഭിന്നത, അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുകയാണോ? അങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് സമസ്തയാണ്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ മജ്ജയും മാംസവും സമസ്തയാണ് എന്ന് പറയാം. സമസ്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്. ആ സംഘടനയുടെ പിൻബലത്തിലാണ് മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത്. ആ സംഘടന ഇല്ലാതായാൽ, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ അവസാനിപ്പിച്ചാൽ മുസ്ലിം ലീഗ് തന്നെ ഇല്ലാതാകും. ഇതിലേറെ പറയുന്നു UDF തന്നെ ഇല്ലാതാകും. അത്രമാത്രം സ്വാധീനമുണ്ട് സമസ്തയ്ക്ക് മുസ്ലിം ലീഗിൽ, UDFിൽ. ആ സമസ്തയിലാണ് ഇപ്പോൾ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മുസ്ലിം ലീഗിനെയും ബാധിക്കും. ഇവിടെ സമസ്തയിൽ ഭിന്നത രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് പാണക്കാട് ശിഹാബ് തങ്ങളാണ്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്, മറുഭാഗത്ത് നിൽക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അങ്ങനെ രണ്ട് ഭാഗം എന്ന് വെച്ചാൽ ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനോടൊപ്പം നിൽക്കുന്നവരും ലീഗിനോടൊപ്പം നിൽക്കേണ്ടതില്ല, ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം എന്ന് ചിന്തിക്കുന്നവരുമായ രണ്ട് വിഭാഗം സംസ്ഥയിൽ രൂപം കൊണ്ടിരിക്കുന്നു. അങ്ങനെ സംസ്ഥയിൽ പരസ്പരം ഒരു പോര് രൂപപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ ബാധിക്കുന്ന തരത്തിൽ, മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയെ ബാധിക്കുന്ന തരത്തിൽ അത് വളർന്ന് വരികയാണ് എന്ന സൂചനകൾ നൽകുന്ന രണ്ട് വാർത്തകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ ഒരു വാർത്ത ഇങ്ങനെയാണ്. വാർത്തയുടെ തലക്കെട്ട് തന്നെ നോക്കൂ. മുസ്ലിം ലീഗിനെ എതിർക്കുന്ന യുവ നേതാക്കളെ വെട്ടി, സാദിഖ് അലി തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലഘുലേഖ. സേവ് ജാമിയ എന്ന പേരിലാണ് ലഘുലേഖ ഇറക്കിയിരിക്കുന്നത് എന്നാണ് വാർത്ത. മുസ്ലിം ലീഗിനെ എതിർക്കുന്ന യുവ നേതാക്കളെ വെട്ടി, സാദിഖ് അലി തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലഘുലേഖ എന്ന് പറഞ്ഞുകൊണ്ട് ലഘുലേഖയുടെ ചിത്രമടക്കമാണ് റിപ്പോർട്ടർ TV വാർത്ത നൽകിയിരിക്കുന്നത്. വാർത്ത ഇങ്ങനെയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലഘുലേഖ. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്ന് സമസ്തയിലെ യുവനേതാക്കളെ വെട്ടിമാറ്റിയതിനെ തുടർന്നുള്ള വിവാദങ്ങൾക്കിടെയാണ് സാദിഖ് അലി തങ്ങൾക്കെതിരെ വിമർശനവുമായി ലഘുലേഖ ഇറക്കിയിരിക്കുന്നത്. സേവ് ജാമിയ എന്ന പേരിലാണ് ലഘുലേഖ ഇറക്കിയിരിക്കുന്നത്. സമുദായം തകർക്കാൻ മുന്നിട്ടിറങ്ങിയവർ എന്നാണ് ലഘുലേഖയുടെ തലക്കെട്ട്. ജാമിയ ക്യാമ്പസിൽ ലഘുലേഖ വിതരണം ചെയ്തു എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാർത്തയിൽ പിന്നീട് പറയുന്നു. നേരത്തെ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ അടക്കം മലപ്പുറത്തെ ശക്തി കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കുണ്ടായ തോൽവി ലഘുലേഖയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. നേരത്തെ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിലടക്കം മലപ്പുറത്തെ ശക്തി കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കുണ്ടായ തോൽവി ലഘുലേഖയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവങ്ങൾ തലപൊക്കിയ ഘട്ടത്തിലായിരുന്നു ഈ തോൽവികൾ എന്ന് ലഘുലേഖ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവങ്ങൾ തലപൊക്കിയോ എന്ന സംശയം. തല പൊക്കിയിട്ടുണ്ട് എന്നാണ് ഈ ലഘുലേഖയിൽ പറയുന്നത്. അപ്പോഴാണ് മഞ്ചേരിയിലും മറ്റ് മണ്ഡലങ്ങളിലുമൊക്കെ തോൽവി നേരിട്ടത്. ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ തല പൊക്കിയാൽ, അഹങ്കാരത്തിന് തല പൊക്കിയാൽ, അങ്ങനെ പൊങ്ങിയാൽ ഇത്തവണയും തോൽവി ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലഘുലേഖ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകുന്നതാണ് മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന, സമസ്തയ്ക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ. അതിനുശേഷം പറയുന്നു, അന്നത്തെ തോൽവിയുടെ കാരണം പാണക്കാട് തറവാടിന് പുറത്തു നിന്നുള്ള ചില നേതാക്കളുടെ ധാർഷ്ട്യമായിരുന്നു. എന്നാൽ ഇന്ന് സമസ്തയ്ക്ക് നേരെ പാണക്കാട് നിന്ന് തന്നെ ആക്രമണം വരുന്നുവെന്നാണ് ലഘുലേഖയിൽ പറയുന്നത്. ആത്മീയ തറവാട്ടിലെ പിടിവാശി ജാമിയയെ തകർക്കുന്നുവെന്ന ഗുരുതര ആരോപണവും ലഘുലേഖയിലുണ്ട്. ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, റഷീദ് ഫൈസി വെള്ളായിക്കോട്, മുസ്തഫ മുണ്ടുപാറ, സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയ നേതാക്കളെ ആശയാദർശ പ്രചാരണ പ്രസംഗങ്ങളുടെയും പ്രതികരണങ്ങളുടെയും സംഘടനാ ഇടപെടലുകളുടെയും പേരിൽ സമസ്തയുടെ അഭിമാന സ്ഥാപനമായ ജാമിയ നൂരിയ കോളേജിലെ സമ്മേളനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് സാദിഖ് അലി തങ്ങൾക്ക് ദുർവാശിയുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നും ലഘുലേഖ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ലീഗിനെ എതിർക്കുന്ന, ലീഗിൻ്റെ നിലപാടിനെ എതിർക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയായി സമസ്ത നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന SKSSFിൻ്റെ നേതാക്കളാണ് ഇവരൊക്കെ. ആരൊക്കെയാണ്? ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, റഷീദ് ഫൈസി വെള്ളായിക്കോട്, മുസ്തഫ മുണ്ടുപാറ, സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയ നേതാക്കൾ
ആ നേതാക്കളെ ജാമിയ നൂരിയ കോളേജിലെ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് സാദിഖ് അലി തങ്ങൾക്ക് ദുർവാശിയുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ്. നേരത്തെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് പുറത്തുള്ളവർക്കാണ് ഇത്തരം ദുർവാശിയും അഹങ്കാരവും ഒക്കെ ഉണ്ടാകാറുള്ളത് എങ്കിൽ ഇപ്പോഴിതാ പാണക്കാട് തറവാട്ടിൽ നിന്ന് തന്നെ ഈ അഹങ്കാരത്തിൻ്റെ ദുർവാശി തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു, പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ ലഘുലേഖയിൽ പറയുന്നത്. സ്ഥാപനങ്ങളുടെ സാരഥ്യങ്ങളും മഹല്ലകളുടെ ഖാലിസ്ഥാനങ്ങളും പാരമ്പര്യമായി ഏൽപ്പിച്ച് കിട്ടിയത് താങ്കളുടെ നേതൃപാടവം കൊണ്ടോ മതപരമായ ജ്ഞാനം കൊണ്ടോ അല്ലെന്ന് താങ്കൾക്കും താങ്കളുടെ മൂടുതാങ്ങികൾക്കും ബോധ്യമുള്ളതാണല്ലോ. ആരോടാണ് പറയുന്നത്? സാദിഖ് അലി തങ്ങളോടാണ് പറയുന്നത്. തങ്ങളുടെ പൂർവികരുടെ പുണ്യങ്ങളും സ്വഭാവ മഹിമയും നേതൃഗുണങ്ങളും സ്മരണീയമാണ്. എന്നാൽ അവരുടെ വിയോഗാനന്തരം താങ്കളിൽ ആ നേതൃത്വം എത്തപ്പെട്ടത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അവരുടെ വിയോഗാനന്തരം താങ്കളിൽ ആ നേതൃത്വം എത്തപ്പെട്ടത് തന്നെ ദുര്യോഗമായിരുന്നെന്ന് അന്നു മുതൽ ഇന്നുവരെയുള്ള ഇടപെടലുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ സാദിഖ് അലി തങ്ങളുടെ കയ്യിലേക്ക് ഈ അധികാരം വന്നത് അന്നു മുതൽ ഇന്ന് വരെ അത് സാദിഖ് അലി തങ്ങളുടെ ഇടപെടലുകളിൽ നിന്ന് അതൊരു ദുര്യോഗമായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് വരുന്നുണ്ടല്ലോ എന്നാണ് ലഘുലേഖ പറയുന്നത്. പ്രിയപ്പെട്ട ഹൈദരലി തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അധികാരം കൈയടക്കാൻ അന്ന് നടത്തിയ നാണം കെട്ട നീക്കങ്ങളും ആ മഹാമനുഷ്യൻ തിരിച്ചറിഞ്ഞു പ്രതികരിച്ചതടക്കം താങ്കൾ മറച്ചുവെച്ചാലും മാലോകർക്കൊക്കെ അത് അറിവുള്ളതാണ്. ദുർവാശി കൊണ്ട് അങ്ങേക്ക് മഹാരാജാവും യുവരാജാവുമായി വാഴാമെങ്കിൽ വാഴിക്കില്ലെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. തങ്ങളെ പട്ടിക്കാട് ജാമിയ അത് സമസ്തയുടെ സ്ഥാപനമാണ്. അവിടെ സമസ്തക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം മുക്കിക്കളയാം, മൂടിക്കളയാം എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ഹിജടകൾ കാത്തിരുന്നോളൂ. പണ്ട് ശൂശൂർ ഉലമയ്ക്കെതിരെ നടത്തിയ പോലെ ഇനിയും കളിക്കാൻ ഏത് കൊമ്പത്തെ മറ്റവൻ വിചാരിച്ചാലും സമ്മേളന നഗരിയിൽ വെച്ച് തന്നെ സമസ്തയുടെ മക്കൾ നിങ്ങളെ കൂച്ചു വിലങ്ങിടും ഇൻഷാ അല്ലാഹ് എന്നും ലഘുലേഖയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ രൂക്ഷമായ വിമർശനമാണ് ഈ ലഘുലേഖയിൽ നടത്തിയിരിക്കുന്നത്. പാണക്കാട് തങ്ങൾക്കെതിരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെയാണ് ഈ ലഘുലേഖ സംസാരിക്കുന്നത്. അത് സമസ്തയിൽ നിന്ന് തന്നെയാണ് ഉയർന്നു വരുന്നത് എന്നതുകൂടി ഓർക്കുമ്പോൾ, പരസ്യമായി വിതരണം ചെയ്ത ലഘുലേഖയാണ് എന്നുകൂടി ഓർക്കുമ്പോൾ എത്രമാത്രം അകൽച്ച ഉണ്ടായിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സമസ്തയിൽ രൂപപ്പെട്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ള മത്സരമായി മാറിയിട്ടുണ്ട് എന്നതാണ് അതിൽ രാഷ്ട്രീയ പ്രശ്നം. ലീഗ് വിരുദ്ധർ ലീഗിനോടൊപ്പം നിൽക്കാതെ മാറി നിന്നാൽ ലീഗിന്റെ അവസ്ഥ എന്താകും, UDFന്റെ അവസ്ഥ എന്താകും എന്ന ചോദ്യം പ്രസക്തമായി വരുന്നുണ്ട്. അതാണ് ഈ ലഘുലേഖ നമ്മോട് പറയുന്നത്. പാണക്കാട് തങ്ങൾക്കെതിരെ ഇത്രയും പരസ്യമായി ഇതുവരെയും ആരും രംഗത്ത് വന്നില്ല എന്നത് നാം ഓർക്കണം. ഇപ്പോഴാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ എന്ന് വെച്ചാൽ ഹൈദരി തങ്ങൾ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ അന്ന് അധികാരം പിടിക്കാൻ സാദിഖ് അലി തങ്ങൾ ശ്രമിച്ചു എന്നും ആ ശ്രമം പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്നും താങ്കൾക്ക് ഓർമ്മയില്ലെങ്കിൽ മാലോകർക്കൊക്കെ ഓർമ്മയുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ അഹങ്കാരം തലപൊക്കിയപ്പോഴൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മുസ്ലിം ലീഗിന്റെ എപ്പോഴും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ തോറ്റുപോയിട്ടുള്ള കാര്യവും ഈ ലഘുലേഖയിൽ ഓർമ്മിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ തലപൊക്കി അഹങ്കാരത്തോടെ നിൽക്കാമെന്ന് ആണ് ഭാവമെങ്കിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ ഇനിയും തോൽപ്പിക്കും എന്ന് പറയുകയാണ് സമസ്തയിലെ ഒരു വിഭാഗം. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രശ്നമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ഈ വിമർശനം അല്ലെങ്കിൽ ഉയർന്നു വന്ന ഈ പ്രതിഷേധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നായിരിക്കും ഇനി മുസ്ലിം ലീഗ് നോക്കുക. ഏതായാലും ഈ ലഘുലേഖ ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകും. ഇന്ന് മാത്രമല്ല വരും ദിവസങ്ങളിലും സമസ്തയിലെ ലീഗിനകത്തെ ഈ ആഭ്യന്തര പ്രശ്നം കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. കാരണം മുസ്ലിം ലീഗ് എന്നത് UDFലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് എന്നതുകൊണ്ട് തന്നെ.